വണ്ടിയുടെ സൗണ്ടിൽ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ എൻജിന് ലൈറ്റും കത്തുന്നുണ്ട്. സോ ഇപ്പം തന്നപ്പോൾ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് തന്നാന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ നോക്കണമല്ലോ, വണ്ടിയല്ലേ, നമ്മളവിടം വരെ എത്തിക്കേണ്ട വണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ പോയിട്ട് വരുന്നേരം വരെ, റെൻറ്റിനെടുത്താലും നമ്മൾ പോയിട്ട് വരുന്നേരം വരെ അത് നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഓരോന്ന് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ധൈര്യം വരുമല്ലോ. ഓയിലുണ്ടാ അല്പ എഞ്ചിനാ വ്യൂ മാറേ. ഞാൻ പറഞ്ഞ ഇവിടെ പോകാൻ തോന്നില്ല, മുമ്പോട്ട് പോകാനും തോന്നില്ല തണുപ്പിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. പക്ഷെ ഇവിടെ വിട്ട് തിരിച്ചു പോകാനും വീട്ടിലോട്ട് പോകാനും തോന്നില്ല. അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കിയാലും സീനറി, അങ്ങോട്ട് നോക്കിയാലും. ഇതൊന്നും അല്ലെന്ന് പറഞ്ഞത്. സോൻമാർഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്ന് കണ്ണു പറിക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും വന്നതിന് ഒരു 5 രൂപ പോലും നഷ്ടമായി എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. ദിവസം നഷ്ടമെന്ന് ഒന്നും പറയത്തില്ല. ലൈഫിൽ ഇത് കാണേണ്ട സംഭവമാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും, എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ലെങ്കിലും ഒരിക്കലെങ്കിലും കാണേണ്ട സംഭവം. ഇതിൻ്റെ മണ്ടേ കൂടെ ആരൊക്കെയോ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ മലയുടെ മണ്ടേ കൂടെ അല്ല ആൾക്കാർ നടക്കുന്നു തോന്നുന്നുണ്ട്. അവിടെ മഞ്ഞ് മൂടി നോക്കിയപ്പോൾ നിമിഷം കൊണ്ട് ക്ലൈമറ്റ് മാറുന്നത് കണ്ട. താഴെ എല്ലാം വീടുകളാണ്. പക്ഷെ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നേരിട്ട് കണ്ണിയും കൊണ്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ശരി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏതോ ഒരു എന്നാ പറയണ്ടേ, എങ്ങനെ അത് പറയണ്ടെന്ന് അറിയത്തില്ല. വേറെ ഏതോ ഒരു ലോകത്ത് എന്നോണൊക്കെ നമുക്ക് സത്യം പറയണമെങ്കിൽ. ഇനി നമ്മൾ സോൻമാർഗ് എത്തിയിട്ടില്ല. ഇനി 40 കിലോമീറ്റർ കണ്ടുണ്ട്. നമ്മളവിടെ ഓരോ വണ്ടിയുടെ ഓരോ പണി നിർത്തി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ സോൻമാർഗിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവരെല്ലാം പറയുന്നത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് സ്വർഗമാണെന്ന് പറയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്കത് ഓർത്ത് നോക്കാൻ കൂടി വയ്യ. ഇതിങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ ആയിരിക്കും? വാ ഞാനിപ്പോൾ ഓർക്കണേ, ഇത് ഇത്രയൊക്കെ ബ്യൂട്ടിയാന്ന് അറിയാം. നമ്മൾ വൈകുന്നേരങ്ങളിൽ പോയിട്ട് എവിടെയെങ്കിലും പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കില്ലേ, ആ പൈസ എടുത്തു വെച്ചിട്ടാണല്ലോ ഇവിടെ വരണം കേട്ടോ. പോക്കറ്റ് മണി എടുത്തു വെച്ചിട്ടെങ്കിൽ ഇവിടെ വരണം. വന്നില്ലെങ്കിൽ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. മുമ്പിലുള്ള മഞ്ഞുമല. അയ്യോ, എൻ്റെ ഒരു DSLR ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ, ഉള്ളത് കൊണ്ടൊക്കെ കാണിച്ചു തരാം. ആ മഴക്കാറിൻ്റെ ഉള്ളിൽ മലയുണ്ട് കേട്ടോ. അത് മഴക്കാറായ കൊണ്ട് കാണാതാ. മഴക്കാറല്ല മഴക്കാറോ എന്തോ മഞ്ഞാ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താവട്ടല്ല വന്നേക്കേണ്ടത്. അത് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കാണാം. ഇപ്പോഴേ ഒന്നുമില്ല. ഇപ്പോഴേ ടോണി പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുക. ടോണി ഇവിടെ വന്നിട്ട് ഇവിടെ പറയുന്നത് ചിരിക്കുമായിരുന്നു പറഞ്ഞ് എനിക്കിപ്പോഴാണ് മനസ്സിലായി. അയ്യോ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഫീൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവമേ, ഈ മഞ്ഞിങ്ങനെ മല കവർ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് തിരിയുന്നില്ല. പക്ഷെ ക്യാമറ ഒട്ടും തിരിയത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ലോണം മനസ്സിലാവും കേട്ടോ. ഇത് ഇന്ത്യയിലെ സ്വർഗം തുടങ്ങുന്നതേ ഉള്ളൂ. നോക്ക്. വഴി നോക്കിക്കേ. എൻ്റെ അമ്മച്ചിയേ, എനിക്ക് എങ്ങനെയുള്ള ഒരു മെമ്മറി കാർഡ് മേടിക്കണം. പെൺഡ്രൈവോ മെമ്മറി കാർഡ്, ദൈവമേ ഇതൊന്നും ഒരിക്കലും ഡിലീറ്റ് ആയി പോവല്ലേ. മിനിയാന്ന് 2-3 വീഡിയോ ക്രാഷായി. ദൈവമേ, ഇവിടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ ആയിരിക്കുമോ? എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ക്യാമറയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നും പറയാനില്ല.
എനിക്ക് ചിരിക്കാൻ തോന്നും. ചിരിക്കണോ കരയണോ? ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 1,00,000 രൂപ ചിലവ് വന്നാലും അത് നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. അതൊരു ചിലവായിട്ടേ നിങ്ങൾക്ക് തോന്നില്ല. എന്നാ പറയണ്ടേ, എനിക്ക് അറിയത്തില്ല എന്നാ പറയണ്ടേന്നുള്ളത്. എനിക്ക് ഒന്നും പറയാനും കിട്ടുന്നില്ല. അയ്യോ ദൈവമേ. നമുക്കിവിടെ അങ്ങനെ താമസിച്ചാൽ മതിയായിരുന്നു. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെയൊക്കെ താമസം മതിയായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു ടണലിനകത്തോട്ട് കയറാൻ പോവാ. സോൻമാർഗ് ടണൽ. വെൽക്കം സോൻമാർഗ് ടണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ടണലിനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ടണൽ കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞ വലിയൊരു സ്വർഗമുണ്ട്. അറിയത്തില്ല എങ്ങനെയാണ്. ടണലിലുള്ള വീഡിയോകൾ കൂടുതൽ എടുക്കാൻ പാടില്ല. ഇവിടെ കുറച്ച് ബാക്കി വേറെ ടണലിലൊക്കെ ക്യാമറ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ കാണുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ പോകുന്ന സോൻമാർഗ് ടണലാണേ. ഇന്നലെയാണ് നമ്മൾ ടണലിൽ കയറാൻ തുടങ്ങിയത്. അപ്പം വന്നതിൽ ഏറ്റവും ദൂരം കൂടിയത് 9 കിലോമീറ്റർ ആട്ടോ. ആദ്യം കിട്ടിയതല്ല, മൂന്നാമത്തെ കണ്ട ടണൽ 9 കിലോമീറ്റർ ആയിരുന്നു. പിന്നെ അവിടുന്ന് ആലിപ്പഴം വീണില്ലേ, ആലിപ്പഴവും മഴയൊക്കെ ആയിട്ട് നമ്മൾ ശ്രീനഗർ വരാൻ നിർത്തത്. ആ ടണൽ 8.5 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ടണൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. നോക്കാം എത്രയുണ്ടെന്ന്. എൻ്റെ സൈഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കിലോമീറ്റർ വൈസ് 200 മീറ്ററിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര ദൂരം ഉണ്ട് ഈ ടണൽ എന്നുള്ളത്. വലിയ മലയിട്ടതെന്നല്ല, എല്ലാ ടണലിലും നീളം കൂടിയ ടണലുകളിൽ എല്ലാത്തിലും നമുക്ക് ഓക്സിജൻ്റെ ഇത് കുറവായിരിക്കുമല്ലോ. അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഓക്സിജൻ ഫാനുകൾ കുറേ റൺ ആവുന്നുണ്ട്. ഓക്സിജനൊക്കെ സപ്ലൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു മെഷീനറീസുകൾ വെച്ചിട്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെ ഇവിടുത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഫയർ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു ഇവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാനുള്ള ബൂത്തുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. എന്തെങ്കിലും ഇടിയോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ സ്ഥലങ്ങളുണ്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ടണലിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എക്സിറ്റ് വേകളും ഉണ്ട്. എക്സിറ്റ് വേ എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കയറി നിൽക്കാനുള്ളതായിരിക്കണം. അതിൻ്റെ അപ്പുറത്തോട്ട് എക്സിറ്റ് ആവാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. കണ്ടോ, ഇവിടെ എക്സിറ്റ് വേകളും കാണിച്ചിട്ടുണ്ട്, സിമ്പിളുകളുണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുന്നത് ഇതാണ് മക്കളെ സ്വർഗം. യവാ അയ്യോ സൈഡ് വേണം. ഓ അല്പം സൈഡ് പഠിക്കും. ഇതോടാ ഓ അല്പം നോക്കിക്കേ. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടായിരുന്ന സ്വർഗം. ഇവിടെ തൊട്ട് സ്വർഗം തുടങ്ങും. എന്തല്ലേ നോക്കിക്കേ. അയ്യോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടാ.
വ്യൂ നോക്കി, ക്യാമറയിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ സംഭവം അടിപൊളിയാണ്. മഞ്ഞളോട്ടൊക്കെ വെയിലടിക്കാൻ നേരത്ത് കണ്ണ് വിടാൻ പറ്റുന്നില്ല, അത്രയ്ക്കും അയ്യോ ഭയങ്കര പ്രകാശമാണ്, റിഫ്ലക്ഷൻ അതിൻ്റെ. നോക്കൊക്കെ ഇത് നമ്മുടെ ഇന്ത്യ, അടിപൊളിയല്ലേ? എന്നാ പറയുന്നത്, വെൽക്കം ടു സോൻമാർഗ് ടണൽ. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ താഴത്തുള്ള വൺ വേ ആട്ടോ അത്. എന്താ ഇതെല്ലാം താഴെ കൂടെ ഒഴുകുന്നതിൻ്റെ കളർ വ്യത്യാസമുണ്ട്, ഒരു ചെറിയൊരു ഗ്രീനിഷ് കളറാണ്, ഗ്രീൻ ബ്ലൂയിഷ് അങ്ങനെ ഒരു കളറാണ് ആ വെള്ളത്തിനുള്ളത്. ഇത് മഞ്ഞ് അലുത്തിട്ട് വരുന്ന ഇതാട്ടോ. ഓക്കെ, ഞാൻ അവിടെ പോയിട്ടൊരു പട്ടാളക്കാരനുമായിട്ട് സംസാരിക്കട്ടെ. ഇവിടുത്തെ ആളാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ ഒന്ന് പോയി നോക്കാം. അവരെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് റോഡ് ഓപ്പൺ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം. साहब नमस्ते, आगे रोड खुला है, ओपन है? कारगिल जाना है आज? खुला है आज जाओ जल्दी, नहीं तो बाद में आप लोगों को नहीं छोड़ेंगे। ऐसा? जाओगे तो नहीं ना, आज इधर से गाड़ियाँ हैं। नहीं बोलो तो कि किधर से ब्लॉक हो जाएगा? मतलब वहाँ ट्रैफिक है, पता है ट्रैफिक वाले हैं। अच्छा, तो वहाँ से वो लोग रोक लेते हैं। आप आधे दिन में कोई निकल इधर जाओगे से तो आप लोगों को कितना लेट दूर है? यहाँ से होगा आपको 100-150 किलोमीटर 150 कारगिल है। सो पास करने का ट्रैफिक है, वो है वही चेक पोस्ट है। चेक पोस्ट यहाँ से होगा 1.5 किलोमीटर। 1.5 ये किलोमीटर, रोड पकड़ के सीधा निकल जाना, ठीक है क्योंकि आप लोगों को लेट हो जाएगा ना, तो शाम को पहुँच जाओगे, फिर ठंडी हो जाएगा ना। ठीक है, टाइम से निकल जाओगे तो आप टाइम से ओके। पहुंच जाओगे। बारिश हो तो भी बारिश भी हो सकता है, लग रहा है। चांस कम है। हाँ, आज धूप है। फिर आप लोग आराम ये ले सकते हैं ना? ले सकते हैं आपका? ले सकते इधर नोटो, तुम्हारा गाँव? हैं। मैं तो कारगिल का ही हूँ। कारगिल गए हो? अच्छा, मैं केरल में गया था, अच्छा। कन्नूर में रुका था मैं, कन्नूर में। कन्नूर में, ओके, कन्नूर में मैं मतलब 3 नाइट रुका था। अच्छा, शुक्रिया आपको बात करके बहुत बढ़िया जगह है, ठीक साफ है, सुथरा थैंक यू है ना। थैंक केरला एक नंबर जगह है। यू। या बहुत लोग हैं ना इधर केरला का? केरला के लड़के हैं हमारे साथ यहाँ पे हैं। हाँ 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 हाँ, 1-2 लड़के मेरे साथ। वो ठीक है। ठीक है, शायद लग रहा है। ओके, तो आप लोग अभी निकलोगे ना, हाँ तो अभी निकलोगे तो आराम से निकल जाओगे। निकल तो आप जाएंगे। लोगों को लेट हो जाएगा तो फिर आप शाम के टाइम पहुंच जाओगे। आप वही होटल ढूंढना, हाँ 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 पढ़ा, बाकी बढ़िया है। अच्छा, मज़ा है, अभी मौसम बढ़िया है। बोलने सकते हैं, आप ले तक जा सकते हो। जा सकते आप ले हैं। तक जाओगे क्या? ए या आप कहाँ ले का प्लान है, ले तक उतना है, अच्छा, पिंगोंग लेक। बट वो ये वो ऑक्सीजन लेना पड़ेगा ना कुछ भी नहीं सर, कुछ भी नहीं है। ऐसा कुछ ये कुछ भी नहीं, मौसम एकदम फर्स्ट क्लास मौसम है, ऐसा ही मौसम है। अच्छा, इससे कोई मतलब लेने की जरूरत नहीं है। हाँ 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 ठीक है, आपका फालतू का पैसा खर्चा हो जाएगा ना। हाँ वो भी चाहिए। जाओ लोग तो आराम से जाना, कोई दिक्कत नहीं है, बाइक लेके बढ़िया से जा सकते टैबलेट कुछ ऐसा कुछ नहीं, कुछ भी नहीं चाहिए ना, ठीक है। हो। आराम, रास्ते में आपको पानी वानी भी मिलता रहेगा, होटल भी मिलेंगे रास्ते हाँ 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 में, है ना, खाना चाय पीने के लिए ओके, अच्छा आराम से जा सकते हैं। क्योंकि आज नहीं जाओगे तो कल आपको जाने नहीं देगा। हाँ हाँ उधर से कन्वाई है, वो अच्छा, एक दिन इधर से एक दिन उधर से। ओहो, तो आप लोग ऐसे तो आज इधर से जा सकते इधर से हैं। जा सकते हैं, आज कन्वाई इधर से। सो कल लद्दाख ले एक दिन में कवर हो जाएगा? लद्दाख है ना, पूरा इलाके को बोलते हैं। अच्छा, अभी जम्मू कश्मीर से अलग हो गया ना, हाँ 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 हाँ, तो लद्दाख बोलते हैं पूरा इलाके को। अच्छा, बाकी ले और करगिल 2 डिस्ट्रिक्ट है। अभी थोड़ा डिस्ट्रिक्ट वो हुआ है, हाँ 5-6 डिस्ट्रिक्ट बना है, लेकिन नया बना है, हाँ हाँ तो अभी शुरू नहीं हुआ। तो अभी मेन तो 2 डिस्ट्रिक्ट है, ले है, पहले करगिल आएगा, हाँ, फिर आप लोग करगिल को नाइट स्टे करना, नाइट सेट करना है, फिर सुबह निकलना ले के लिए आराम से निकल सकते हो। अगर आप दिन को आप घूमना चाहते हो तो वहाँ द्रास में होगा वार मेमोरियल, जो वार हुआ था 99 में ना, हाँ हाँ उसका मेमोरी बना रखा है बड़ा सा। फिर वहाँ जाना घूमने के लिए, वहाँ हथियार, पाकिस्तान का हथियार पकड़ा हुआ है, वो सब दिखेगा, अच्छा, है ना। फिर आप लोग आराम से, अगर एक दिन करगिल में घूमना है तो घूम सकते हो, हाँ उसके बाद नेक्स्ट टाइम आप ले जाना। ले जाना है, अच्छा, अभी मौसम भी ठीक है ना, अच्छे ना, अभी मौसम ठीक है, रास्ता भी बढ़िया है, फर्स्ट क्लास है, वहाँ आपको बर्फ़ भी दिखेगा, बर्फ़ बहुत है। हाँ हाँ, हाँ, अच्छा बर्फ़ आपको ऊपर जो जोजिला है ना, जोजिले में ऊपर बर्फ़ दिखेगा। अच्छा, फिर आप इधर से लेट हो जाओगे ना, तो वहाँ फिर ट्रैफिक वाले बंद कर देंगे, बंद करेगा, फिर बंद कर दो, आप ठीक है, लेट ऐसे तो हो जाएगा। जाएंगे, ठीक। आराम से भी निकल जाएगा। താങ്ക് യു ശുക്രിയ. അയ്യോ അങ്ങനെ ഒരു ആർമിക്കാരോട് വേണ്ടി അയ്യോ വീഡിയോയിൽ എത്ര വന്നിട്ടുള്ളത് അറിയത്തില്ല. പുള്ളിക്കാരൻ വീഡിയോ എടുത്തിട്ടെന്ന് ചോദിച്ചു, പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ
ഹാപ്പി. അവിടെ ഇവിടെ ഇന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അവർ, വീഡിയോയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്താണെന്നുള്ളത്, ആരെങ്കിലും മുകളിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ സന്തോഷം. ഈ വീഡിയോയിൽ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കതില്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെന്ന്. പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ മുമ്പോട്ടിന് റോഡ് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന്, അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പം വീഡിയോയിൽ എത്ര വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഐ ആം ഹാപ്പി. പുള്ളിക്കാരൻ കാർഗിലുകാരനെന്നാണ് കേട്ടോ, കാർഗിലിൽ നിന്ന് വന്ന ആളാണേ. എനിക്കൊന്ന് ക്ലോസ് ആയെന്നൊരു സംശയമുണ്ട്. ഫുള്ള് ബ്ലോക്ക് ആക്കിയേക്കുക, നോക്കട്ടെ. कर्नाटका हाँ जी, कहाँ जाना है? कारगिल जाना है आज। कारगिल ठीक, लाल हो गई, हाँ लालो जी, चश्मा पहनो तब जाओ। ठीक है सर, ठीक है सर, वहाँ से चश्मा ले लो, हाँ ठीक है सर, 100 रुपये का वही लो। ठीक है. അവന് വൈസറില്ല, അതുകൊണ്ടാകുമ്പോൾ അയാൾ പറഞ്ഞത് അവിടെ പോയിട്ടൊരു കണ്ണാടി എടുക്ക്, കണ്ണാടി മേടിക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മറന്നു പോയത് കേട്ടോ, രാവിലെ ഇറങ്ങിയപ്പോൾ കണ്ണാടി മേടിക്കുന്നതുകൊണ്ട് തന്നെ വന്നേ. ഒരു വൈസർ ഇടിപ്പിക്കണം, ഹെൽമെറ്റ്. ഇനി ഞായറാഴ്ച കൊണ്ട് കിട്ടുന്നില്ല, അപ്പോൾ ഒരു കണ്ണാടി മേടിക്കണം. അപ്പോൾ കണ്ണാടി മേടിച്ചിട്ട് പോകണം കേട്ടോ, ഇല്ലെങ്കിൽ അവന് കണ്ണിന് നല്ല പണി കിട്ടും. ഇത് നോക്കിക്കേ, നല്ല ഫ്രണ്ട്ലി കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ ആർമിക്കാർ മുത്താണ്, മുത്ത്. 2014 ശരിക്കും പറഞ്ഞാൽ 2014 നമ്മൾ PUC എനിക്കൊന്ന് PUC കഴിഞ്ഞപ്പോൾ, അതെ PUC കഴിഞ്ഞ് നിൽക്കാൻ നേരത്ത് PUC കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറായിരുന്നു എന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ 2014 ഏപ്രിൽ 14 ചിക്മംഗ്ലൂർ ഒരു ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു ആർമിയുടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ആർമി ചേരണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എന്നറിയില്ല, നമ്മളന്ന് വീട്ടിൽ പറഞ്ഞു, അപ്പച്ചനോട് അങ്ങാണ്ട് ഞാനത് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ ചേച്ചി ഏതായാലും സിസ്റ്റർ ആവാൻ പോയല്ലോ, അപ്പം ഇനി നീയും കൂടി പൊക്കൊന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആർമിയിൽ ചേരണം എന്നുള്ളത്, അങ്ങനെ പോയില്ല. അതുകൊണ്ട് എനിക്ക് ആർമിക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്നാ പറയണ്ടേ, അത്രയ്ക്ക് ഒരു എനിക്കറിയത്തില്ല എന്നാ പറയണ്ടേന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വാവ്, എന്നാ അടിപൊളിയല്ലേ. അയ്യോ, നമുക്ക് പെട്ടെന്ന് ഇനി ഇവിടെ ക്രോസ് ചെയ്യണം കേട്ടോ. ക്രോസ് ചെയ്തില്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പോക്ക് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാം നമുക്ക് ക്രോസ് ചെയ്യണം. ഇനി 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അത്രയും കാണും എന്ന് പറഞ്ഞത്. അവിടെ നിന്നാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വന്ന ദിവസം ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്, നല്ലതാണ്. ഇന്ന് ഇവിടുന്ന് വണ്ടി പോകാൻ വിടുന്നുണ്ട്, നാളെ എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വിടും. സോ അതുകൊണ്ട് നമ്മൾ വന്ന ദിവസവും സമയവും ഇതുവരെ നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ ഇല്ല, നല്ല ക്ലൈമറ്റാണുള്ളത്. സോ ഹാപ്പി ഹാപ്പി ഹാപ്പി, അത്രേ പറയാനുള്ളൂ. ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാ. ഊട്ടിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് പിന്നെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ആവും എന്നൊക്കെ നോക്കിക്കുമ്പോൾ നമ്മൾ നോക്കിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 30-35,000 രൂപ ആവും. നമ്മൾ ഒരാഴ്ചയല്ല 5-6 ദിവസത്തെ പ്ലാനിന്. സോ അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നേരെ ഇങ്ങനെ ലഡാക്കിലോട്ട് വിട്ടാലോ, ലഡാക്കിൽ എത്ര ചിലവാകുന്നുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ ഇവിടെ ലഡാക്കി വന്നിട്ടുള്ള ഇതിന് നമുക്ക് ഏകദേശം ഒരു 40-45,000 രൂപ അടുത്ത് നമുക്ക് വരും ടോട്ടലായിട്ട്. അവിടുന്ന് ട്രെയിനിന് വന്നിട്ട് പോകാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനേക്കാളും നല്ലതല്ലേ, നമ്മൾ ഊട്ടിയിൽ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ്. സോ അതിനേക്കാളും നല്ലത് അതല്ലേന്ന് ഓർത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്തു. സോ പെട്ടെന്നായിരുന്നല്ലോ സംഭവങ്ങൾ. അന്നേരം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. എന്തുകൊണ്ടും ഇതിന് നമുക്ക് 1 ലക്ഷം രൂപ ചിലവ് വരും എന്ന് 1-2-3 ലക്ഷം രൂപ ചിലവ് വരും എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങോട്ട് എല്ലാവരും വന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ നമ്മുടെ ഒരു
പിക്കപ്പുകാരൻ നമ്മളെ ആയി കാണിച്ചുകൊണ്ട് പോയി. ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്, തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ആർമിക്കാരെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്നാ പറയണ്ടേ, അയ്യോ എനിക്ക് വളരെ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പറയുക. ദൈവമേ, എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല, എനിക്കങ്ങനെ പറയാനും അറിയത്തില്ല. പക്ഷേ എന്താ പറയുന്നത്, ഈ സോൻമാർഗ് ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ട്. സോൻമാർഗ് ഒന്ന് കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പാസ്സാകാൻ പറ്റും. പിന്നെ മുമ്പോട്ട് എന്നാ വന്നാലും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ പോലും ഒന്നുമല്ല അത് ലൈഫിൽ. എന്നാ പറയുക, അറിയത്തില്ല പറയാൻ വേണ്ടി, അത്രയേ പറയാനുള്ളൂ.